അയ്യോ കേക്കുന്നില്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ, സർവം ശ്രീ രാധാ കൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. എല്ലാവർക്കും നവരാത്രി ആശംസകൾ. കുറച്ച് തിരക്കിലായി പോയതുകൊണ്ട് നമ്മുടെ ദേവി മഹാത്മ്യത്തെ കുറിച്ചിട്ടൊന്നും പറയാൻ പറ്റിയില്ല. ഇന്ന് ഞാൻ ഓടി വന്നതാണ്. അരുണാം കരുണാം തരംഗദാക്ഷി ധൃതപാശാങ്കുശ പുഷ്പബാണ ചാപാം അണിമാദിഭിരാവൃതാം മയൂഖൈഃ അഹമിത്യേവ വിഭാവയേ ഭവാനി. ഓം ശ്രീ മഹാദേവി നമഃ. ഓം ശ്രീ മഹാദേവി നമഃ. ഓം ശ്രീ മഹാദേവി നമഃ. സർവം ശ്രീ ജഗദാംബാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ദേവി ഭാഗവതത്തെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് കുറെ പുസ്തകങ്ങൾ, ദേവിയുടെ കുറെ പുസ്തകങ്ങൾ എനിക്ക് പരിചയപ്പെടുത്തി തരാനുള്ള ഒരു ഭാഗ്യം നിയോഗവും ദേവി തന്നിട്ടുണ്ട്. ഒന്നാമത്തത് ഞാൻ ദേവിയുടെ പുസ്തകത്തെ പറ്റിയിട്ടുള്ളത് പറഞ്ഞു തന്നതും ദേവി മഹാത്മ്യ ഗ്രന്ഥം അത് പാരായണം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങള്, പിന്നെ ദേവി മഹാത്മ്യം എല്ലാ മാസവും പാരായണം ചെയ്യാം. അഷ്ടമി നവമി തുടങ്ങി സ്റ്റാർട്ട് ചെയ്തിട്ട് 7 ദിവസം അത് പാരായണം ചെയ്യാനുള്ള വിധി. 3 ദിവസം 7 ദിവസമായിട്ട്, അല്ലെ ഒറ്റ ദിവസം കൊണ്ട് 700 ശ്ലോകമാണ് ആകെ ഉള്ളത്. അപ്പോ നമ്മള് ഭഗവത്ഗീത എന്ന് പറയണ പോലെ ഭഗവത്ഗീതയാണ് ദേവി മഹാത്മ്യം എന്ന് പറയുന്നത്. ഈ നവരാത്രി കാലഘട്ടത്തിൽ നിങ്ങൾക്ക് 3 ദിവസമായിട്ട് പാരായണം ചെയ്യാം. 7 ദിവസമായിട്ട് ദേവി മഹാത്മ്യം പാരായണം ചെയ്യാം. ദേവി മഹാത്മ്യം പാരായണം ചെയ്യുമ്പോഴുള്ള വിധി എന്താന്ന് വെച്ചാല് നമ്മള് വെജിറ്റേറിയൻ ആയിരിക്കണം. ബാക്കി മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവർക്കും ഗൃഹസ്ഥാശ്രമികളായിട്ട് ജീവിക്കുന്ന ഏതാളുകൾക്കും ദേവി മഹാത്മ്യം ചിട്ടയോട് കൂടിയിട്ട് പാരായണം ചെയ്യാം. അതിനൊരു പ്രത്യേകമായിട്ടുള്ള വ്രതാചരണങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ദേവി മഹാത്മ്യം പാരായണം ചെയ്യാം. ദേവി മഹാത്മ്യം ഓരോ തവണവും പാരായണം ചെയ്ത് ദേവിക്ക് സമർപ്പിക്കുമ്പോഴും നിങ്ങള് ദേവിയായിട്ട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു നാണയം ഉണ്ടെങ്കിൽ അതിന്റെ 2 വശമാണ് പരബ്രഹ്മവും പരാശക്തി എന്ന് പറയുന്നത്. ത്രിമൂർത്തികള് അവരുടെ കർമ്മം ചെയ്യാനായിട്ട് അവരെ യോഗ്യരാക്കി തീർക്കുന്ന ശക്തിയാണ്. നമ്മുടെ ഈ പ്രപഞ്ചം ഇല്ല എന്നുള്ള ഈ പ്രപഞ്ചം ഉണ്ടെന്ന് നമ്മളെ ധരിപ്പിക്കുന്ന മായാശക്തി പരാശക്തിയാണ്. നമ്മുടെ ജീവിതം, എന്റെ, ഞാൻ എന്നുള്ള തോന്നലൊക്കെ ജനിപ്പിക്കുന്ന മായാദേവി ഈ പ്രപഞ്ച ശക്തിയായ ദേവി പരാശക്തിയാണ്. പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ തന്നെ ജഡാവസ്ഥയിലാണ്. അദ്ദേഹത്തിന് ശക്തി കിട്ടണമെങ്കിൽ, ഈ സൃഷ്ടി ചെയ്യാനുള്ള, സംഹരിക്കാനുള്ള, പരിപാലിക്കാനുള്ള ശക്തി കിട്ടണമെങ്കിൽ കൂടെ ദേവി ഉണ്ടാവണം. അത്രയും ഈ മനുഷ്യരായിട്ടുള്ള നമ്മൾക്ക് കൂടി ബോധം, ബുദ്ധി, പാട്ടുപാടാനുള്ള കഴിവ്, നൃത്തം ചെയ്യാനുള്ള കഴിവ്, സംസാരിക്കാനുള്ള കഴിവ്, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് ഒക്കെ ശരീരമാണ് ഭഗവാൻ തരുന്നതെങ്കിൽ അതിൽ ശക്തി ഊർജത്തിലൂടെ വർക്ക് ചെയ്യണമെങ്കിൽ, ജീവൻ ഭഗവാൻ തരുമെങ്കിൽ അത് ശക്തിയോട് കൂടിയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ദേവി പ്രവർത്തിക്കണം. അങ്ങനെ സകല ചലാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്ന പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ, ആ പുരുഷ ശക്തി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവണമെങ്കിൽ അത് സ്ത്രീ ശക്തി കൂടി ചേരുമ്പോഴേ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ ഒരാളും കംപ്ലീറ്റ് ആവില്ല. ശക്തി ഇല്ലാണ്ട് ആരും കംപ്ലീറ്റ് ആവില്ല. അതുകൊണ്ടാണ് നമ്മുടെ ധർമ്മത്തില് ശക്തിക്കാണ് കൂടുതൽ പ്രാധാന്യം, സ്ത്രീ ശക്തിക്കാണ് കൂടുതൽ പ്രാധാന്യം. ഭഗവാൻ കൂടി രാധാറാണിയുടെ പാദെടുത്താ ശിരസിൽ വെച്ചിരിക്കുന്നത്. ഉമാമഹേശ്വരൻ എന്നേ നമ്മൾ പറയാറുള്ളൂ, രാധാകൃഷ്ണൻ എന്നേ പറയാറുള്ളൂ നമ്മള്. അതാണ് ശക്തിയാണ് ഏറ്റവും മുന്നില് പേര്, ശക്തിയുടെ പേരാണ് മുന്നില് വെച്ചിരിക്കുന്നത്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭഗവാന്റെ പേര് രണ്ടാമതേ വരുന്നുള്ളൂ. മുന്നില്, അതിന്റെ മുന്നിലെ സ്ഥാനം ഭഗവാൻ കൊടുത്തിരിക്കുന്നത് തന്റെ ശക്തിക്കാണ് സ്ഥാനം കൊടുത്തിരിക്കുന്നത്. അപ്പോ സ്ത്രീയെ ദേവിയായിട്ട് ആരാധിക്കുന്ന സ്ത്രീകളെ
ദേവി ഭാവത്തില് ആരാധിക്കുന്ന സംസ്കാരമാണ് ഈ നവരാത്രി എന്ന് പറയുന്ന ആ ഒരു 9 ദിവസം നീളുന്ന ആരാധനയില് ആ സ്ത്രീക്ക് ദേവി ഭാവം കൊടുത്തിരിക്കുകയാണ്. മാത്രമല്ല ഭാരത പൈതൃകത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് തന്നെ മലകള്, പുഴകള്, നദികള്, മഹാസമുദ്രങ്ങള്, ഭൂമിയെ പോലെ ദേവി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എല്ലാത്തിനും സ്ത്രൈണ ഭാവമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത്രയും വൈശിഷ്ടമുള്ള ജന്മമാണ് സ്ത്രീ ജന്മം എന്ന് പറയുന്നത്. സ്ത്രീയായിട്ട് ജനിച്ചാൽ മാത്രമേ സൃഷ്ടി നടത്താൻ സാധിക്കുകയുള്ളൂ. ഈ ഭൂമിയെ പരിപാലിക്കാനും സംഹരിക്കാനുള്ള ശക്തി എന്ന് പറയുന്നത് അത് ആ ദേവിക്ക് മാത്രമുള്ള ശക്തിയാണ്. അപ്പൊ അത്രയും വൈശിഷ്ട്യമാണ് ഒരു സ്ത്രീ ജന്മത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത്. പിന്നെ ഈ നവരാത്രി കാലഘട്ടത്തില് ദേവി ഉപാസനയ്ക്ക്, ശക്തി ഉപാസനയ്ക്കാണ് പ്രാധാന്യമുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, ഞാൻ ദേവിയെ രാധാഭാവത്തിലാണ് കാണുന്നത്. നമ്മുടെ ദേവി ഭാഗവതം പറഞ്ഞാലും അതിലും പരാശക്തിക്ക് പല പേരുകൾ പറയുന്നുണ്ട്. ഗായത്രി ദേവി, സാവിത്രി ദേവി, സതീ ദേവി, പാർവതി ദേവി, ലക്ഷ്മി ദേവി, കാളി, രാധാദേവി എന്നുള്ള പേര് കൂടി പറയുന്നുണ്ട്. രാധയെ അംശമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ മറ്റുള്ള പുസ്തകങ്ങളില് ശ്രീ നാരദ പഞ്ചരത്രത്തിലൊക്കെ പറയുന്നത്, അതുപോലെ ഗർഗഭാഗവതത്തിൽ പറയുന്നത്, അതുപോലെ ബ്രഹ്മവൈവത്ര പുരാണത്തില് ആ പരാശക്തിയുടെ പരമമായ ഭാവം എന്ന് പറയുന്നത്, അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഭാവം എന്ന് പറയുന്നത് രാധാഭാവമാണ്. രാധാ രഹസ്യമാണത്. ആ രാധാ രഹസ്യം എല്ലാവർക്കും നമുക്ക് വെളിപ്പെടുത്താൻ സാധിക്കുകയില്ല. അത്രയും പരിപാവനമായിട്ടുള്ള ദേവിയുടെ രൂപമാണ് രാധാഭാവം എന്ന് പറയുന്നത്. വളരെ മേഴ്സിഫുൾ ആയിട്ടുള്ള, കരുണാമയായിട്ടുള്ള ഒരു സാധാരണക്കാരിയായ സാധാരണ ഇതുള്ള സാത്വികമായ ദേവിഭാവമാണ് രാധാഭാവം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് രാധാ രഹസ്യം. ആ രാധാ രഹസ്യത്തെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കണമെങ്കിൽ കൂടുതലായിട്ട് രാധായുടെ അനുഗ്രഹം ഉള്ളവർക്ക് മാത്രമേ രാധാഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിന് രാധാ സഹസ്രനാമം ജപിക്കുക, രാധാ അഷ്ടശതനാമാവലി, അതുപോലെ രാധാ കൃപാ കടാക്ഷ സ്തോത്രമൊക്കെ ജപിച്ച് രാധാറാണിയുടെ കൃപാ കടാക്ഷം ഉള്ളവർക്ക് മാത്രമേ ആ രാധാഭാവം എന്താണ്, അല്ലെങ്കിൽ രാധാ രഹസ്യം എന്താണെന്ന് വെളിപ്പെടുകയുള്ളൂ. അതുപോലെ നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്ന പോലെ അതിനു മുമ്പേ ഉള്ള മന്ത്രാണ് രാധാ രഹസ്യ മന്ത്രമായിട്ടുള്ള യുഗള മന്ത്രം എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും അതിന്റെ ഉപാസന അല്ലെങ്കിൽ അതിന്റെ ആ മന്ത്രദീക്ഷയിലേക്ക് വരാൻ സാധിക്കില്ല. ഹരേ കൃഷ്ണ മഹാമന്ത്രം പോലെ ആർക്കും എപ്പോഴും ജപിക്കാന്നുള്ള മന്ത്രാണ് യുഗള മന്ത്രം എന്ന് പറയുന്നത്. അത് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പക്ഷെ അത് മനസ്സിലാക്കണമെങ്കിൽ, അത് ജപിക്കാൻ തോന്നണമെങ്കിലും, അത് ഉൾക്കൊള്ളണമെങ്കിൽ രാധാ രഹസ്യം, രാധാഭാവം, രാധാറാണി എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ അത് ജപിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവർക്കും ചൈതന്യ മഹാപ്രഭുവായി ഭഗവാൻ അവതരിച്ച് ഹരേ കൃഷ്ണ മഹാമന്ത്രം നൽകിയിരിക്കുന്നത്. പക്ഷെ രാധാ യുഗള മന്ത്രം ജപിക്കണമെങ്കിൽ അത് വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അത് ജപിക്കാൻ സാധിക്കുള്ളൂ. അത് ഹംസമായിട്ട് അവതരിച്ചുകൊണ്ട് ഭഗവാൻ ആദ്യം ഉപദേശിച്ചു കൊടുത്തത് സനകാദി മുനിമാർക്കാണ്. സനകാദി മുനികൾ അത് പിന്നെ നാരദർക്ക് ഉപദേശിച്ചു കൊടുത്തു. നാരദർ അത് പിന്നെ നിംബാർക്ക മഹാചാര്യന് ഉപദേശിച്ചു കൊടുത്തു. അദ്ദേഹമാണ് പിന്നെ അത് അദ്ദേഹത്തിന്റെ ശിഷ്യ പരമ്പരയിലൂടെ ആ മന്ത്രം എല്ലാവർക്കും ഉപദേശിച്ചു കൊടുത്തെങ്കിൽ പോലും അത് എല്ലാവരും അത് മന്ത്രം ജപിക്കാൻ ക്വാളിഫൈഡ് ആയില്ല. കാരണം രാധ ആരാണെന്ന് അറിയില്ല, രാധാഭാവം എന്താണെന്ന് അറിയില്ല, രാധാറാണി ആരാണെന്ന് ആർക്കും അറിയില്ല. പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർക്ക് ആർക്കും അറിയില്ല രാധാറാണി ആരാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ യുഗള മഹാമന്ത്രം പലരും ജപിക്കുന്നത് അവർക്ക് ജപിക്കാൻ അറിയില്ല. എന്താണ് യുഗള മഹാമന്ത്രം? ഈ സ്വസ്തിക ചാനലിലൂടെ സ്വസ്തികയിലെ ഗോപിമാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഉപദേശിച്ചു തരുന്നു. നിങ്ങൾക്ക് രാധാഭാവം എന്താണെന്ന് മനസ്സിലായാൽ മാത്രം നിങ്ങൾ അത് ജപിക്കുക. ഡെയിലി 108 പ്രാവശ്യം ജപിക്കുക. നിങ്ങൾക്ക് ഭഗവാന്റെ മാധുര്യ പ്രേമഭക്തി തീർച്ചയായും സിദ്ധിക്കും. മാത്രമല്ല രാധാറാണിയുടെ സഖിമാരായിട്ട്, ഗോപികമാരായിട്ട് മാറാൻ സാധിക്കും. രാധേ കൃഷ്ണ രാധേ കൃഷ്ണ 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 രാധേ 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 ശ്യാം 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 രാധേ രാധേ. ഇതാണ് ആ യുഗള മഹാമന്ത്രം. ഇത് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ അതേപോലെ തന്നെ പ്രാധാന്യമുള്ള മന്ത്രമാണ്. പക്ഷെ ഈ മന്ത്രം ജപിക്കാനുള്ള ക്വാളിഫൈ നേടുക എന്ന് പറഞ്ഞാൽ രാധാറാണിയോട് ഒരിക്കലും അസൂയ തോന്നരുത്. രാധാറാണി ആരാണെന്നുള്ള പരമമായ സത്യം മനസ്സിലാക്കണം. രാധയെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോഡസ് ആയിട്ട്, അതായത് പരാശക്തി ഭാവത്തിൽ ആരാധിക്കുന്നവർക്ക് മാത്രമേ ഈ യുഗള മന്ത്രം ജപിച്ചാൽ അതിന്റെ ഫലസിദ്ധി ഉണ്ടാവുകയുള്ളൂ. അപ്പോ ഇതാണ് ആ മന്ത്രം. രാധേ കൃഷ്ണ 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 രാധേ 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 ശ്യാം 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 രാധേ രാധേ. ഓക്കെ, അപ്പൊ ഞാന് ഇന്ന് പറയാൻ പോകുന്നത് വേറൊരാളെ കുറിച്ചിട്ടും കൂടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. മാതംഗി ദേവിയാണ് ഇന്ന് ഞാൻ. നവരാത്രി ദിവസമല്ലോ, മഹാവിദ്യ ദേവിമാരില് 9ാമത്തെ ദേവിയാണ് മാതംഗി ദേവി. ശ്യാമളാ ദേവി എന്ന് പേരുണ്ട്. പച്ച കളറിലിരിക്കും.
ആളുടെ രൂപം ഒരു പച്ച കളറിലാണ്. പച്ച കളറ് ആണ് ആളുടെ. ദേവിയുടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മളുടെ കഴിവുകള്, ഇപ്പം പാട്ട് പാടാനുള്ള കഴിവ്, വർത്താനം പറയാനുള്ള കഴിവ്, പഠിക്കാനുള്ള കഴിവ് ഒക്കെ പ്രദാനം ചെയ്യുന്നത് മാതംഗി ദേവിയാണ്. പരാശക്തിയുടെ ഒരു രൂപമാണ്. ഈ പാൽ എങ്ങനെയാണോ തൈരായി വെണ്ണയായി ഒക്കെ മാറുന്നത്, അതുപോലെയാണ് പരാശക്തി രാധാറാണി ലക്ഷ്മിയായിട്ടും സരസ്വതിയായിട്ടും പാർവതി ദേവിയായിട്ടും മാതംഗിയായിട്ടും സാവിത്രിയായിട്ടും ഗായത്രിയായിട്ടും അങ്ങനെ പല പല രൂപങ്ങളിൽ പേരുകളിൽ നമ്മൾ ദേവിയെ വിളിക്കുന്നുണ്ട്. അതുപോലെ ഭഗവാന് പല പല പേരുകൾ അവതാരങ്ങളുള്ള പോലെ ദേവിക്ക് പല 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 അവതാരങ്ങളുണ്ട്. ശക്തിക്ക് പല 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 അംശ അവതാരങ്ങള്, ആവേശ അവതാരങ്ങള്, പൂർണ്ണ അവതാരങ്ങള്, പരിപൂർണ അവതാരങ്ങള്. അപ്പൊ ദേവിയുടെ പരിപൂർണ അവതാരമാണ് പാർവതി ദേവി എന്ന് പറയുന്നത്. പരാശക്തിയുടെ പരിപൂർണ അവതാരമാണ്. അതുപോലെ രാധാറാണി എന്ന് പറഞ്ഞാൽ പൂർണ്ണാണ്, പരിപൂർണ അവതാരമാണ്. അതുപോലെ പരിപൂർണ അവതാരമാണ് സരസ്വതി ദേവി എന്ന് പറയുന്നത്. അതുപോലെ ദേവിയുടെ അവതാരാണ് മാതംഗി ദേവി എന്ന് പറയുന്നത്, ശ്യാമളാ ദേവി. ശ്രീ മഹാത്രിപുര സുന്ദരിയായി ദേവി അവതരിക്കുമ്പോ ദേവിയുടെ ലെഫ്റ്റ് റൈറ്റ് എപ്പോഴും ഉണ്ടാവുന്ന ദേവിമാരാണ് മാതംഗി ദേവിയും വാരാഹി ദേവിയും. മാതംഗി ദേവിക്ക് ശ്യാമളാ ദേവി എന്നും പേരുണ്ട്. ശ്യാമളാ ദണ്ഡകം ഞാൻ നിങ്ങളോട് ഡെയിലി ജപിക്കാൻ പറഞ്ഞു. പഠിക്കുന്ന കുട്ടികൾ ജപിച്ചാൽ ഏറ്റവും നല്ലതാ. കാളിദാസ വിരാജിതമായിട്ടുള്ള ശ്യാമളാ ദണ്ഡകം, കാളിദാസ കവിക്ക് ആ പാട്ട് പാടാനുള്ള ആ പദസമ്പത്ത് കൊടുത്ത ആള് ദേവിയാണ്. ആ ദേവി ഉപാസനയിലൂടെയാണ് ആ വർത്താനം പറയാനുള്ള കഴിവ് കിട്ടിയത്. അല്ലെ ഇത് എഴുതാനുള്ള, കവിതകളായിട്ട് എഴുതാനുള്ള അദ്ദേഹത്തിന്റെ എല്ലാ രചനകളിലും അദ്ദേഹത്തിനെ സഹായിച്ചത് ദേവിയുടെ ആ ഒരു ഇതാണ്. അപ്പൊ ഇത് ദേവി മഹാത്മ്യം നമ്മൾ വായിക്കുമ്പോ, ദേവി മഹാത്മ്യത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് ദേവി ഭാഗവതത്തെ കുറിച്ച് ഞാൻ പറയുമ്പോ ഞാൻ കുറെ പുസ്തകങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. ദേവി മഹാത്മ്യത്തിൽ ഏറ്റവും നല്ലത് കണ്ടിയൂർ മഹാദേവ ശാസ്ത്രികളുടെ ദേവി മഹാത്മ്യം നല്ലതാണ്. അതിന്റെ അർത്ഥവും ഒക്കെ ഒരുപാട് പഴക്കമുള്ള പുസ്തകമാണ് ദേവി മഹാത്മ്യം, കണ്ടിയൂർ മഹാദേവ ശാസ്ത്രികൾ. അതാണ് ഞാൻ വായിക്കുന്നത്. ഗംഗാ ബുക്സ് വഴിയാണ് എനിക്ക് ആ പുസ്തകം കിട്ടിയത്. അതുപോലെ പ്രധാനപ്പെട്ട ദേവി ഭാഗവതം കുറെ പുസ്തകം എന്റെ കയ്യിലുണ്ടെങ്കിലും ഈ അടുത്ത ദിവസം ഞാൻ എന്റെ കൂട്ടുകാരിയല്ല ലക്ഷ്മി ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോ അവിടെ ലക്ഷ്മി ചേച്ചിയുടെ ഹസ്ബൻഡ് ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ അവിടെ റൂമിൽ കയറിയപ്പോ ഈ പുസ്തകം അവിടെ കിടക്കുന്ന കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് മറിച്ചു നോക്കിയതാ. പക്ഷെ ഒറ്റ ഇരിപ്പിന് ഞാൻ 3 ചാപ്റ്റർ അവിടെ ഇരുന്ന് തന്നെ വായിച്ചു തീർത്തു. അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് ദേവി ഭാഗവത ആ പുസ്തകം വായിക്കാൻ. ഒരുപാട് കൊല്ലം പഴക്കമുള്ള, ഒരു 10-35 കൊല്ലത്തോളം പഴക്കമുള്ള ഒരു പുസ്തകമാണത്. പുസ്തകം ഇതാണ്, ഈ പുസ്തകമാണ്. ഞാൻ വായിച്ചിട്ട് തരാന്ന് പറഞ്ഞിട്ട് പുസ്തകം ഞാൻ കൊണ്ടുവന്നു. എന്നിട്ട് ഒറ്റ ഇരിപ്പിന് കുറെ ചാപ്റ്റേഴ്സ് ഞാൻ വായിച്ചു. ഇനിയും വായിച്ചു തീർക്കാനുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഇതിലെ കഥകൾ വന്ന് നിങ്ങളോട് പറയാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. നല്ല പുസ്തകം. ഈ പുസ്തകം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അപ്പൊ തന്നെ ഗംഗാ ബുക്സിൽ വിളിച്ചിട്ട് ഇതിന്റെ കോപ്പീസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പുസ്തകം അവിടെ ഓർഡർ ചെയ്താൽ അവർ തരും. ഇത് വളരെ പഴക്കം ചെന്ന വിദ്യാരംഭം എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണമാണ്. വിദ്യാരംഭം 100 കൊല്ലം പഴക്കമുണ്ട് അവർക്ക്. അവരുടെ പ്രസിദ്ധീകരണമാണ്. ഡോക്ടർ BS നായർ എന്ന് പറയുന്ന ആളാണ് ഇത് എക്സ്പ്ലനേഷൻ എഴുതിയിരിക്കുന്ന ദേവി ഭാഗവതത്തിന്റെ. ഒരുപാട് പഴക്കമുള്ള പുസ്തകമാണ്. വായിക്ക് ഭഗവാന്റെ നിയോഗം പോലെയാ തോന്നിയത്. കാരണം ഈ വിദ്യാരംഭം പ്രസിദ്ധീകരണം ഇപ്പോ വളരെ കുറവാണ്. ആരും ഇത് ഓപ്റ്റ് ചെയ്യാറില്ല. കാരണം പണ്ടത്തെ പബ്ലിക്കേഷൻസ് കണ്ടോ, റൈറ്റിംഗ് ഒക്കെ നമ്മൾ പണ്ടത്തെ പുസ്തകം തുറന്ന് വായിക്കുന്നല്ല. എനിക്ക് മണമൊന്നുമില്ല, പക്ഷെ ഇതിന് പഴയ ബുക്കിന്റെ മണം ഉണ്ടാവും. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പഴയ പുസ്തകങ്ങൾ വായിക്കാൻ. പക്ഷെ കുറച്ച് പ്രായമുള്ള അമ്മമാർക്കൊക്കെ വായിക്കാൻ ഒത്തിരി പ്രശ്നമായിരിക്കും. കാരണം ഇതാണ്, അക്ഷരങ്ങളാണ്. പക്ഷെ എന്നാലും നല്ല പുസ്തകം. എല്ലാം വളരെ സിംപ്ലസ്റ്റ് മെത്തേഡില് ദേവി മഹാത്മ്യം കഥകളൊക്കെ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഈ പുസ്തകം വേണമെന്നുള്ള ഒരു ഗംഗാ ബുക്സിൽ വിളിക്കുക. BS നായരുടെ വിദ്യാരംഭം പബ്ലിക്കേഷൻസിന്റെ ദേവി മഹാഭാഗവതം, ശ്രീ ദേവി മഹാഭാഗവതം. പഴയതാ നോക്കൂ, ഡാക്ടർ എന്നൊക്കെ എഴുതിയിരിക്കണേ. ഡോക്ടർ എന്നല്ല, ഡോക്ടർ TS നായർ. കണ്ടോ, ഇങ്ങനെ പഴയ ഇതുണ്ടല്ലോ, അത് നല്ല പഴയ പുസ്തകമാണ്. ഇതിന്റെ പുതിയ പബ്ലിഷിംഗ് ഇപ്പൊ ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. അപ്പൊ ദേവിയുടെ നിയോഗമായിരിക്കും ഈ പബ്ലിക്കേഷൻസിനെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരണമെന്നുള്ളത്. കാരണം അത്രയും നല്ല പുസ്തകം. ഞാൻ ഒരുപാട് ദേവി ഭാഗവതം വായിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊന്നും ഞാൻ തൃപ്തയല്ല. പക്ഷെ ഇത് വായിച്ചപ്പോ എനിക്ക് കംപ്ലീറ്റ് തൃപ്തി കിട്ടി. ഗംഗാ ബുക്സിൽ ഞാൻ അപ്പൊ തന്നെ വിളിച്ച് ഇതിന്റെ കോപ്പീസ് എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗംഗാ ബുക്സിൽ വിളിക്കുക. ഗംഗാ ബുക്സിന്റെ നമ്പർ ഞാൻ തരാം. 9074878467 9447022920. അവരുടെ ജിമെയിലിൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. gangabooks.calicut@gmail.com. കേട്ടോ, ഇപ്പൊ തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുക. ഞാനും പുസ്തകം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് എനിക്ക് തിരിച്ചു കൊടുക്കണം ചേച്ചിക്ക്. അതുകൊണ്ട് എനിക്ക് വേണം ഈ പുസ്തകം, എന്തായാലും എനിക്ക് വേണം.
അപ്പൊ ഇതില് മാതംഗി ദേവിയുടെ കഥയുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഞാൻ വന്നത്. മാതംഗി ദേവി, മാതംഗ മഹാമുനിയെ നിങ്ങൾക്ക് അറിയില്ലേ? മാതംഗ മഹാമുനിയുടെ ആശ്രമം, ശ്രീരാമന്റെ കഥ വായിക്കുന്നവർക്കറിയാം. ഋഷിമൂകാചലം എന്ന് പറഞ്ഞ പർവ്വതം, മാതംഗ മഹർഷി അവിടെ തപസ് ചെയ്തിരുന്നു. അപ്പോ നമ്മുടെ ഋഷിമൂകാചലത്തിലാണ് സുഗ്രീവനും ഹനുമാനും കൂടി രഹസ്യമായിട്ട് ഇങ്ങനെ താമസിച്ചു വരുമ്പോ ശ്രീരാമചന്ദ്രനെ കാണുന്നതും പിന്നെ ടേണിംഗ് പോയിന്റ് ഉണ്ടാവണതും. അതായത് ഹനുമൽ എന്താ പറയാ, അവർ തമ്മിൽ മീറ്റ് ചെയ്യുന്നത്, ഭക്തനും ഭഗവാനും തമ്മിൽ മീറ്റ് ചെയ്യുന്നത് അവിടെ വെച്ചിട്ടാണ് അല്ലെ. അപ്പൊ ആ ഋഷിമൂകാചലം എന്ന് പറയുന്ന സ്ഥലത്തിനുള്ള പ്രത്യേകത രാമായണത്തിൽ അത് മാതംഗ മഹർഷിയുടെ ആശ്രമമായിരുന്നു. അതെങ്ങനെയാ പ്രസിദ്ധമായത്? അവിടെ ബാലികേറ മല എന്നാണ് അതിന് പറയുന്നത്. അത് ബാലിക്ക് എവിടേക്ക് കയറാൻ പറ്റില്ല. ബാലി എന്താ ചെയ്തെന്ന് വെച്ചാല് ഒരു രാക്ഷസന്റെ, ദുന്ദുബി എന്ന് പറയുന്ന രാക്ഷസനുമായിട്ട് യുദ്ധം, ഭയങ്കര ദ്വന്ദ്വ യുദ്ധമൊക്കെ ചെയ്തിട്ട് ആ ദുന്ദുബിയെ വലിച്ചെറിഞ്ഞത് ഈ മാതംഗ മഹർഷിയുടെ ആശ്രമം, ഋഷിമുഖാചലത്തിലുള്ള ആശ്രമത്തിന്റെ മുന്നില്. അപ്പോ ആ രാക്ഷസന്റെ മജ്ജ, മാംസം, ബ്ലഡ് ഒക്കെ വീണിട്ട് ആ ആശ്രമം പരിസരം ആകെ വൃത്തികേടായി. അപ്പോ മാതംഗ മഹർഷി ശപിച്ചു ബാലിയെ, നീ ഇതിന്റെ മുകളിൽ ഈ മലയിൽ നീ എന്തെങ്കിലും വരികയാണെങ്കിൽ നിന്റെ തല പൊട്ടിത്തെറിച്ച് നിനക്ക് മരണം സംഭവിക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ഭഗവാന്റെ ഭക്തര് സദാസമയം ഭഗവത് നാമം ഉച്ചരിച്ച് ഭഗവാന്റെ സമർപ്പിച്ച് ജീവിക്കുന്ന ഭക്തോത്തമന്മാരായ ഭക്തര് എന്തു പറഞ്ഞാലും അത് സാധിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഭഗവാനാണ്. പിന്നെ അതുകൊണ്ടാണ് ഭക്തര് ശപിക്കുവോ, ഭക്തരങ്ങനെ ആളുകളെ ദ്രോഹിക്കാനുള്ള ശാപം പറയാൻ പാടുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നത്. പക്ഷെ അങ്ങനെ പറഞ്ഞു പോയാലോ അത് പിന്നെ സത്യമാക്കി മാറ്റേണ്ട ഉത്തരവാദിത്വം ഭഗവാനാണുള്ളത്. അപ്പോ മാതംഗ മുനി അങ്ങനെ ശപിച്ചു. അപ്പോ ബാലിക്ക് അവിടേക്ക് കയറാൻ പറ്റില്ല. ബാലിക്ക് പേടിയുണ്ട്, കാരണം അദ്ദേഹം പറഞ്ഞ എന്തായാലും നടക്കും. അതുകൊണ്ട് ബാലി അങ്ങടേക്ക് കയറേയില്ല. അങ്ങനെയാണ് സുഗ്രീവൻ ബാലിയായിട്ട് പിണങ്ങിയപ്പോ അവിടെ പോയി താമസിക്കുന്നത്. അപ്പൊ അതാണ് മാതംഗ മുനിയുടെ മഹത്വം. ശ്രീ രാമായണം വായിച്ചു കഴിഞ്ഞാല് അത്, പക്ഷെ മാതംഗ മുനിക്ക് അതോടുകൂടി അവിടെ താമസിക്കാനേ ഇഷ്ടമില്ലാണ്ടായി. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ശബരി എന്ന് പറയുന്ന ഭഗവാന്റെ പരമഭക്തൻ ശബരി എന്ന് പറയുന്ന ഭഗവാന്റെ പരമഭക്ത ആരുടെ ശിഷ്യയായിരുന്നു? മാതംഗ മുനിയുടെ ശിഷ്യയായിരുന്നു. മാതംഗ മുനിയാണ് ഭഗവാന്റെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് ഒരു സാധാരണ കാട്ടാള സ്ത്രീയായിരുന്ന ശബരിയെ ഭക്തോത്തമയാക്കി ഉയർത്തിയത്, ഭഗവാന് വേണ്ടി കാത്തിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ് മനസ്സിൽ കോൺഫിഡൻസ് ജനിപ്പിച്ചത് മാതംഗ മുനിയായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള മാതംഗ മുനി ശ്രീ രാമായണത്തിലൂടെ നമുക്ക് വളരെ സുപരിചിതനായ മാതംഗ മുനി, അദ്ദേഹത്തിലൂടെ ദേവി അവതരിച്ച കഥയാണ് മാതംഗി ദേവിയുടെ കഥ എന്ന് പറയുന്നത്. അപ്പൊ ഈ സംഭവത്തിന് ശേഷം മാതംഗ മുനി പിന്നെ ഋഷിമുഖാചലത്തിൽ നിന്ന് പോയി, ആ സ്ഥലം പുറത്തുനിന്ന് പോയിട്ട് പശ്ചിമ സമുദ്ര തീരത്ത് പോയിട്ട് അവിടെ പോയിരുന്ന് ധ്യാനിക്കാൻ തുടങ്ങി. ആ സ്ഥലം ഉപേക്ഷിച്ചിട്ട് അവിടെ പോയിരുന്ന് ധ്യാനിക്കാൻ തുടങ്ങി. അതിനും വർഷങ്ങൾക്ക് മുമ്പെയാണ് മാതംഗ മുനിയിൽ നിന്ന് മാതംഗി എന്ന് പറയുന്ന ദേവിയുടെ അവതാരം ഉണ്ടാകുന്നത്. അപ്പൊ മാതംഗ മുനിയെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രാധാന്യം ശ്രീരാമായണത്തിലുള്ള കഥ ഞാൻ പറഞ്ഞത്. പക്ഷെ മാതംഗി ദേവിയുടെ കഥ ഇതിനു മുന്നേ ഉള്ള കഥയാണ്. അതായത് ഹിമവാൻ അറിയാലോ, ശ്രീ പാർവതി ദേവിയുടെ അച്ഛൻ, ഹിമവാന്റെ പുത്രിയാണ് പാർവതി ദേവി. പരിപൂർണ അവതാരമായിട്ട് ദേവി അവതരിച്ചതാണ്. പരബ്രഹ്മ സ്വരൂപനായ ഭഗവാന്റെ മഹാമായാശക്തിയാണ് പാർവതി ദേവിയായിട്ട് അവതരിച്ചത്, മഹാദേവന്റെ പത്നിഭാവത്തില് വന്നത്. അപ്പൊ ആ ദേവി മകളായിട്ട് അവതരിച്ചു. ഹിമവാൻ എത്ര പ്രൗഡ് അച്ഛനാണ്. സാക്ഷാൽ പരാശക്തി തന്റെ മകളായിട്ട് അവതരിച്ചിരിക്കുക. ഹിമവാന്റെ മൂത്ത മകളായിരുന്നു ഗംഗാദേവി. ഗംഗാദേവിയും ദേവിയുടെ അംശാവതാരാണ്. ഗംഗാദേവിക്കും പതിയായിട്ട് വേണ്ടത് മഹാദേവനെയായിരുന്നു. അങ്ങനെ ഗംഗാദേവി ഭഗവാനെ വിവാഹം കഴിക്കുന്നത് അതും ദേവി ഭാഗവതത്തിൽ പറയുന്നുണ്ട്. പരമശിവന്റെ ആദ്യ പത്നിയാണ് ഗംഗാദേവി. അത് കഴിഞ്ഞിട്ടാണ് സതിദേവി വരുന്നത്. ഗംഗാദേവി ഭഗവാനെ വിവാഹം കഴിച്ചതിനു ശേഷം പിന്നെ ഭഗവാന്റെയും ലോകോപകാരപ്രദമായിട്ട് ഭഗവാനെ വിട്ടിട്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ അനുവാദത്തോടുകൂടി ഇവിടെ പോയിട്ട് സ്വർഗലോകത്ത് പോയിട്ട് നദിയായിട്ട് ഒഴുകുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് ദേവി സതിയായിട്ട് അവതരിച്ചത്, പാർവതി ദേവിയായിട്ട് അവതരിച്ചത്. അപ്പോ ഫസ്റ്റ് വൈഫ് എന്ന് പറഞ്ഞാൽ ഗംഗാദേവിയാണ് മഹാദേവന്റെ. അത് ശ്രീ ദേവി ഭാഗവതം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് നമ്മള് ഫസ്റ്റ് ഗംഗയിൽ പോയിട്ട് സ്നാനം ചെയ്തിട്ടാണ് നമ്മള് കൈലാസ യാത്രയ്ക്കൊക്കെ പോണതിന് മുമ്പ് ഫസ്റ്റ് ഗംഗയിൽ പോയിട്ട് സ്നാനം ചെയ്യണം.
ഗംഗാദേവിക്ക് അത്ര മഹത്വമാണുള്ളത്. അപ്പൊ മഹാദേവ പ്രാപ്തി കിട്ടണമെങ്കിൽ ഗംഗാ സ്നാനം അല്ലെ ഗംഗയിൽ മുങ്ങാന്ന് പറഞ്ഞാൽ വളരെ പ്രധാനം ആണ്. ശ്രീ രാധാ റാണി പോലും ഗംഗാദേവിയെ ആരാധിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ശ്രീകൃഷ്ണ പ്രാപ്തിക്ക് വേണ്ടിയിട്ട് ഗംഗാദേവിയെ ആരാധിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും പ്രാധാന്യമാണ് നമ്മുടെ ഭാരതത്തിൽ ഗംഗയ്ക്കുള്ളത്, ഗംഗാ സ്നാനത്തിനുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാന്റെ ഭാര്യയായി അവതരിച്ച പരാശക്തിയെ പാർവതി ദേവിയുടെ അച്ഛനായ ഹിമവാന് ഭയങ്കര പ്രൈഡ് ഉണ്ടായി, അഹങ്കാരം ഉണ്ടായി. ഞാൻ ആരാണ്, ഞാൻ ദേവിയുടെ അച്ഛനാണ് എന്നുള്ള ആ ഒരു അഹങ്കാരം ഉള്ളിൽ അദ്ദേഹത്തിന് ഉണ്ടാവാൻ തുടങ്ങി. അപ്പോ ഈ ഹിമവാൻ ഇടയ്ക്കിടയ്ക്ക് മനുഷ്യരൂപം സ്വീകരിക്കും. അദ്ദേഹം പർവ്വതാണ്. പക്ഷെ അദ്ദേഹത്തിന് ഈ മഹായോഗികൾക്ക് പക്ഷിയായും പുലിയായും നരിയായും മനുഷ്യനായൊക്കെ എന്ത് വേണേലും അവർക്ക് എടുക്കാൻ പറ്റും. ഈ ഹിമവാൻ എന്ന് പറയുന്നത് നമ്മൾ ഹിമാലയം എന്ന് പറയുന്നത് പർവ്വത രൂപത്തിലാണ്. എന്നാല് അത് മനുഷ്യരൂപത്തിലാവാൻ സാധിക്കും. കാരണം അതൊന്നും നമ്മൾ കാണുന്നതല്ല, അതീന്ദ്രിയമായിട്ടുള്ള ഒരു സ്ഥലങ്ങളാണ്, അല്ലെങ്കിൽ പ്ലേസസ് ആണ് ഈ ഹിമാലയം എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ഭൂമിയിലുള്ള ചില സ്ഥലങ്ങളുണ്ട്. ഇപ്പോ സൂര്യന് തന്നെ സൂര്യനായിട്ട് നിൽക്കാൻ പറ്റും, സൂര്യന് രൂപം എടുക്കാനും പറ്റും. അങ്ങനെയാണല്ലോ കുന്തി ദേവിക്ക് കർണൻ ഉണ്ടാവണത്. അപ്പൊ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് നിരീശ്വരവാദികള് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിവില്ലാത്തവർ ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. നാഗങ്ങൾക്ക് വേണമെങ്കിൽ രൂപം എടുക്കാൻ സാധിക്കും, അനന്തന് രൂപം എടുത്തു വരാൻ സാധിക്കും, എന്നാ പാമ്പായിട്ടിരിക്കാനും സാധിക്കും നാഗങ്ങൾക്ക്. അപ്പൊ ഇത് എങ്ങനെ എന്ന് ചോദിച്ചാൽ നമുക്ക് അതിനുള്ള കഴിവില്ല, അഷ്ടസിദ്ധികളൊന്നും നമുക്കില്ല. കാരണം നമ്മൾ മനുഷ്യാവതാരാണ്, നമ്മൾ ദേവന്മാരല്ല. ദേവന്മാർക്ക് പൂച്ചയായും നദിയായും പുലിയായും മനുഷ്യനായും ഒക്കെ അവതരിക്കാൻ സാധിക്കും. കാരണം അവർക്ക് അഷ്ടസിദ്ധികൾ വശാണ്. പക്ഷെ കേവലമായ മനുഷ്യര് വെറും മനുഷ്യരാണ്, നമ്മൾ വെറും മനുഷ്യരാണ്. കാരണം ഭൂമി എന്ന് പറയുന്നത് ദുഃഖാലയാണ്. ഈ ഭൂമിയിൽ ജനിച്ച ഇവിടുത്തെ കുറെ കെമിക്കൽസ് മറ്റേ സാധനങ്ങൾ നമ്മൾ കെമിസ്ട്രിയിലും ഫിസിക്സിലും ഒക്കെ പഠിക്കില്ലേ, ആ സാധനങ്ങളൊക്കെ കൊണ്ടുണ്ടാക്കണ വെറും നശിച്ചു പോകുന്ന ഒരു ഉപകരണമാണ് നമ്മുടെ ബോഡി. ആ ബോഡിക്കകത്ത് കുറേ ജന്മങ്ങളുടെ കർമ്മബന്ധങ്ങളും പാപങ്ങളും പേറിയിട്ട് ആത്മാവിന് ജനിക്കേണ്ടി വരുന്ന, ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിൽക്കേണ്ടി വരുന്ന സാധാരണ ക്വാളിറ്റി ഏറ്റവും കുറഞ്ഞ ഒരു ജന്മം മനുഷ്യജന്മം. എന്നാൽ ഈ ജന്മത്തിൽ നിന്ന് നമുക്ക് ദേവനായി മാറാനും ദേവിയായി മാറാനും സാധിക്കുകയും ചെയ്യും. അതാണ് മനുഷ്യജന്മത്തിന്റെ ക്വാളിറ്റി. ഈ ശരീരത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ ശരീരത്തിനെ ഉപേക്ഷിച്ചുകൊണ്ട് ദേവിയായും ദേവനായും ഈ പറയുന്ന എല്ലാ ഭാവങ്ങളിലേക്ക് എത്താനും സാധിക്കണമെങ്കിൽ മനുഷ്യജന്മം എടുക്കണം. അതും ഭൂമിയില് ഭാരതഖണ്ഡത്തിൽ തന്നെ ജനിക്കുകയും ചെയ്യണം, എന്നാലേ അതിന് സാധിക്കുകയുള്ളൂ എന്നാ പറയണത്. അങ്ങനെയുള്ള ഹിമവാന് മനുഷ്യരൂപം ധരിച്ച അദ്ദേഹത്തിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു മാതംഗമുനി. ഇടയ്ക്കിടയ്ക്ക് മാതംഗമുനിയെ കാണാൻ പോകും. എന്നിട്ട് രണ്ടുപേരും തമ്മിൽ ഭയങ്കര വർത്തമാനവും കളിയും ചിരിയും ഒക്കെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഹിമവാൻ മാതംഗമുനിയുടെ ആശ്രമത്തിൽ പോയി മാതംഗമുനിയായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കും, നർമ്മമായിട്ട് സംസാരിക്കുക, അങ്ങനെ ഭയങ്കര രസമാണ് അവര്. അപ്പൊ ഒരു ദിവസം ഇടയ്ക്കൊക്കെ പോവും. അപ്പൊ ഒരു ദിവസം ഹിമവാൻ ഇങ്ങനെ വന്ന് മാതംഗമുനിയുടെ അടുത്ത് എന്തോ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഹിമവാൻ പറയും, ഇനിയിപ്പോ എനിക്ക് നിന്റെ സുഹൃത്ത് ബന്ധം കൂടാനൊന്നും പറ്റുമെന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. കാരണം ഞാനിപ്പോ ആരാന്നറിയോ, സാക്ഷാൽ പരാശക്തിയുടെ അച്ഛനാണ് ഞാൻ. എന്റെ മോളാണ് ഈ മായാപ്രപഞ്ചമായ സൃഷ്ടിയെ മൊത്തം സംഹരിക്കുന്ന മഹാദേവന്റെ പത്നിഭാവത്തിൽ ഇരിക്കുന്നത് പ്രപഞ്ചശക്തി സ്വരൂപിണിയായ മായാദേവിയെ എന്റെ മകൾ പാർവതി ദേവിയാണ്. അപ്പൊ ആ പാർവതി ദേവിയുടെ അച്ഛനായ ഞാൻ എവിടെ ഇരിക്കണു, സാധാരണ ഒരു മുനിയായിട്ടുള്ള അങ്ങ് എവിടെ ഇരിക്കണോ, ചുമ്മാ തമാശക്ക് പറഞ്ഞതാണ് കേട്ടോ, ആളെന്നെ ഒന്ന് ചൊടിപ്പിക്കാൻ വേണ്ടിട്ട്. പക്ഷേ എന്നാ ഉള്ളില് ചെറിയൊരു പ്രൈഡും ഉണ്ട് കേട്ടോ. പക്ഷേ മാതംഗ മുനിക്ക് അത് വളരെ സങ്കടമായി. മാതംഗ മുനി വിചാരിച്ചു, ശരിയാണ്, ഒരേ ഗുണങ്ങളുള്ള ഒരേ ലെവലിലുള്ള ആളുകൾ തമ്മിലെ സുഹൃത്തായിരിക്കാൻ കൊള്ളാവോ. ഇപ്പൊ ഹിമവാൻ ആരായി മാറിയിരിക്കുന്നു, പണ്ട് വെറും ഒരു പർവ്വതം മാത്രമായിരുന്നു, പക്ഷെ ഇപ്പൊ ആരാ, പരാശക്തിയുടെ അച്ഛനാണ്. അപ്പൊ അത്രയും ക്വാളിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഞാനൊരു സാധാരണ ദേവി ഭക്തൻ, ഒരു സാധാരണ എന്താ പറയാ മരവുരിയൊക്കെ ധരിച്ച് കാനനത്തില് ഭഗവാനെയും പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ഒരു സാത്വികമായിട്ടുള്ള ജീവിതം നയിക്കണ ഒരു യോഗി വര്യനായ ഞാൻ എവിടെ കിടക്കണു, അദ്ദേഹം എവിടെ കിടക്കണു, ശരിയാ, ഇനി അദ്ദേഹത്തുമായിട്ട് സുഹൃത്ത് ബന്ധം കൂടാനൊന്നും എനിക്കൊരു യോഗ്യതയില്ല. അദ്ദേഹത്തിന് അത് വളരെ സങ്കടമായിട്ട് അദ്ദേഹം പിന്നെ കുറച്ച് നാളത്തേക്ക് എന്താ പറയാ ഹിമവാനെ നിന്ന് അങ്ങോട്ട് പോവാണ്. അദ്ദേഹം കാണാൻ വരട്ടെ എന്നൊന്ന് ചോദിച്ചാൽ ഇദ്ദേഹം പറയും, ഞാനിങ്ങനെ അവിടെ പോവാണ് ഇവിടെ പോവാണെന്ന് പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ കുറച്ചൊരു അകൽച്ച വന്നു. മാതംഗ മുനി എന്താ ചെയ്യാന്ന് വെച്ചാല്
ഒരുപാട് വിഷമത്തോടുകൂടി വിന്ധ്യാപർവ്വതത്തിൽ പോയി. വിന്ധ്യാപർവ്വതത്തിൽ പോയിട്ട് അവിടെ ഇരുന്നിട്ട് ദേവിയെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവര് ഭയങ്കര വിഷമായി. തനിക്ക് ഒരു ക്വാളിറ്റി ഇല്ലല്ലോ, തനിക്ക് തന്റെ ജന്മം കൊണ്ട് എന്താണ് ഒരു കാര്യമുള്ളത്? ഓ, ഹിമവാന്റെ ഒരു ഭാഗ്യം. പക്ഷെ എനിക്കതിൽ അസൂയൊന്നും ഇല്ല. പക്ഷെ എന്നാലും എന്റെ ജന്മം കൊണ്ട് എന്താണ് ദേവിയുള്ള ഒരു ഉപയോഗം എന്താണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ച് ദേവി മാതംഗ മുനിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. കുറേ നാൾ അങ്ങനെ ഇരുന്ന് തപസ് ചെയ്ത് പ്രാർത്ഥിച്ച് ദേവി പ്രത്യക്ഷപ്പെട്ടു. ദേവി ചോദിച്ചു, എന്താണ് മാതംഗ മുനി, അങ്ങക്ക് എന്താ ഇത്ര വിഷമം, എന്തിനാണ് ദുഃഖിക്കുന്നത്? വിഷമിക്കണ്ട. അപ്പൊ മാതംഗ മുനി ദേവി എന്താ അങ്ങേക്ക് വരായിട്ട് വേണ്ട ചോദിക്കും. അപ്പം മാതംഗ മുനി പറഞ്ഞു, എനിക്ക് വരൊന്നും വേണ്ട, ഞാൻ പരിപൂർണ്ണ സംതൃപ്തനാണ്. എനിക്ക് ഒരുപാട് പുണ്യമൊക്കെ ഉണ്ട്, ഞാൻ കുറെ തപമൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങയുടെ ദർശനം കൊണ്ട് തന്നെ ദേവി എനിക്ക് ദർശനം തന്നല്ലോ, ആ ദർശനം കൊണ്ട് തന്നെ എനിക്ക് എന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച് സമ്പൂർണനായി. എങ്കിലും എനിക്കൊരു ആഗ്രഹം ഉണ്ട്. എന്താ വെച്ചാല് ദേവി എന്റെ മകളായി പിറക്കുവോ? എന്റെ ഒരു ആഗ്രഹമാണത്, ദേവി എന്റെ മകളായിട്ട് പിറക്കുവോ എന്ന് ചോദിക്കും. അപ്പൊ ദേവി ചിരിക്കും. എന്നിട്ട് ദേവി പറയും, തഥാസ്തു, നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ? എന്താണ് നിന്റെ ഉള്ളിലുള്ള വിഷമം എന്നൊക്കെ എനിക്ക് മനസ്സിലായി, അത് മാറ്റി തരാനായിട്ട് ഞാൻ തന്നെ നിന്റെ മകളായിട്ട് പിറക്കും എന്ന് പറയും. അങ്ങനെ മാതംഗ മുനി വളരെ സന്തോഷത്തോടുകൂടി തിരിച്ച് തന്റെ വീട്ടിലേക്ക് പോകുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ടാവും, അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട്, സിദ്ധിമതി എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര്. ആ സിദ്ധിമതിയിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു മകള് ജനിക്കുകയാണ്. ആ മകൾക്ക് അദ്ദേഹം ശ്യാമ എന്ന് പേരിടും. കറുത്തവൾ, ശ്യാമ എന്ന് പറഞ്ഞ കറുത്തവൾ എന്ന് പറഞ്ഞ. അപ്പം ഒരു പച്ച കളർ നിറാണ് ദേവിക്ക്. പച്ച എന്ന് പറയുമ്പോ പച്ചൈ മാമലൈ പോൽ മേനി. നമ്മള് തിരുവായ്മൊഴിയില് ഭഗവാന് ഒരു ശ്ലോകമുണ്ട്, പച്ചൈ മാമല ഇപ്പോൾ മേനി എന്ന് പറയുമ്പോൾ ഭഗവാൻ ഈ ഇരുണ്ട നിറത്തിനെ നീലയായിട്ടും പച്ചവർണ്ണമായിട്ടുമാണ് പച്ചയായിട്ടും പറയും. മധുര മീനാക്ഷി ദേവി എന്ന് പറഞ്ഞ മാതംഗി ദേവിയുടെ മറ്റൊരു അംശാവതാരാണ്. അമ്മയ്ക്ക് പച്ച നിറാണ്. അപ്പൊ അതുപോലെ ഈ പച്ച എന്ന് പറയുമ്പോ ഡാർക്ക് പച്ച, അപ്പൊ ഒരു കറുപ്പ് നിറം, അതാണ് ശ്യാമ എന്ന് പറയുന്നത്. ശ്യാമവർണ്ണാണ്. അപ്പൊ ശ്യാമ എന്നാണ് പേര് കൊടുക്കുക മാതംഗ മുനി. പക്ഷേ മാതംഗ മുനിയുടെ മകളായിട്ട് ജനിച്ചുകൊണ്ട് എല്ലാവരും മാതംഗി എന്നാണ് വിളിക്കുക ദേവിയെ. അങ്ങനെ മാതംഗി ദേവിയായിട്ട് ജനിക്കുന്ന ദേവിക്ക് മാതംഗ മഹർഷി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ ടപ്പ് 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 എന്ന് എല്ലാ കാര്യങ്ങളും പഠിക്കും. ദേവി എല്ലാ സകല കലകളും സകല വിദ്യകളും ഒക്കെ ടപ്പ് 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 എന്ന് പഠിക്കും. എന്താ ദേവിയല്ലേ പറഞ്ഞിരിക്കുന്നത്, പിന്നെ പെട്ടെന്ന് പഠിക്കാനാണോ പ്രയാസം? എല്ലാം ദേവി പെട്ടെന്ന് സ്വായത്താക്കും. അങ്ങനെ ഈ മാതംഗി ദേവി കുറെ കൂട്ടുകാരിമാരുണ്ട് മാതംഗി ദേവിക്ക്. ആ കൂട്ടുകാരിമാർക്കും ഇതെല്ലാം പറഞ്ഞു കൊടുക്കും. അങ്ങനെ മാതംഗിനി ദേവിമാരാക്കി മാറ്റും അവരെ. അതായത് മാതംഗി ദേവി എങ്ങനെയാണോ അതേപോലെ ഈ മാതംഗ മഹർഷിയുടെ എല്ലാവരും മാതംഗ മഹർഷിയെ പിതാവിന്റെ സ്ഥാനത്ത്, അതായത് ദേവിയുടെ തന്നെ അംശമായി അവതരിക്കുന്ന കുറെ സ്ത്രീകള് അംശാവതാരം, അവരെല്ലാവരും മാതംഗി ദേവിയിലൂടെ അവരും മാതംഗി ദേവിയുടെ അതേ കഴിവുകളോ അറിവുകളോ ഉള്ളവരാക്കി ദേവി മാറ്റിയെടുക്കും. എന്നിട്ട് അവരും പിതാവിന്റെ സ്ഥാനത്തിൽ മാതംഗ മുനിയെ തന്നെ കാണാം. അങ്ങനെ ഒരു മോളെങ്കിലും ദേവി ഒരു മോളായിട്ട് വരണേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ദേവിമാരെ മകളായിട്ട് ലഭിച്ചു മാതംഗ മുനിക്ക്. അങ്ങനെ ഒരു പെൺകുട്ടി ജനിച്ചാൽ തന്നെ ഇപ്പൊ ആളുകൾക്ക് ആദ്യമാണ്, അയ്യോ ഈ കൊച്ചിനെ എങ്ങനെ നമ്മൾ കെട്ടിച്ചുവിടും, ഈ കുട്ടീനെ എങ്ങനെ നമ്മൾ ഇതാക്കും. ആ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ദേവിയുടെ അംശാണ്. അവിടെ ഐശ്വര്യാണ്, ലക്ഷ്മിയാണ് ഉണ്ടാവണത്. അത് ഒന്നായാലും രണ്ടായാലും മൂന്നായാലും മാതംഗിനിമാരാണ് അവര്. അപ്പൊ അങ്ങനെ വേണം സ്ത്രീകളെ കാണാനായിട്ട്. ഇന്ന് പുരുഷന് ചെയ്യുന്ന എല്ലാ ജോലിയും എല്ലാ കാര്യങ്ങളും സ്ത്രീകളും ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ ആൺകുട്ടികൾ ഉണ്ടാവണേ എന്ന് മാത്രമേ ആളുകൾ പ്രാർത്ഥിക്കുകയുള്ളൂ. പുത്ത് എന്ന് പറയുന്ന നരകത്തിൽ നിന്ന് എന്നെ ത്രാണനം ചെയ്യണമെങ്കിൽ പുത്രൻ ഉണ്ടാവണമെന്ന് പറയുമ്പോ അതേപോലെ തന്നെ ഭഗവാൻ എഴുതിയിട്ടുണ്ട്, പുത്ത് എന്ന് പറയുന്ന നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യാൻ പുത്രി ഉണ്ടായാലും മതിയെന്ന്. എവിടെയും ഭഗവാൻ പറഞ്ഞിട്ടില്ല ഒരു അച്ഛനമ്മമാരുടെ അന്ത്യകർമ്മങ്ങൾ മകനെ കൊണ്ട് മാത്രമേ ചെയ്യാവൂ, എന്നാലേ അവർക്ക് മോക്ഷം കിട്ടുമെന്ന് ഏത് ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടില്ല. അപ്പോ മകൾക്കും ഒരു അച്ഛന്റെ അമ്മയുടെ അന്ത്യകർമ്മം ചെയ്യാനുള്ള എല്ലാ അവകാശങ്ങളുണ്ട്. പക്ഷെ പണ്ട് ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളെ അടിച്ചമർത്തി അവർ ഇത് മാത്രമേ ചെയ്യാവൂ, അവർക്ക് ഇതിന് മാത്രമേ യോഗ്യതയുള്ളൂ, അവർ ഇതിന് മാത്രമേ പോകാവൂ എന്ന് പറഞ്ഞിട്ട് അവരെ ഒരു റൂൾസിലും എവിടെയും പറയാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഒതുക്കി നിർത്തി. പക്ഷേ ദേവിയാണ്, ശക്തിയാണ് ഓരോ സ്ത്രീകൾ എന്ന് പറയുന്നത്. ഒരു പുരുഷനുള്ള എല്ലാ കഴിവുകളും എല്ലാ മെന്റൽ ക്വാളിറ്റീസും എല്ലാ
സ്വാതന്ത്ര്യങ്ങളും ഒരു സ്ത്രീക്ക് ഉണ്ടാവാം. പക്ഷേ സ്ത്രീകളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമാണ് ഭഗവാൻ പുരുഷനിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. കാരണം സ്ത്രീകൾ ഫിസിക്കലി വീക്കാണ്. പുരുഷന്മാർക്ക് ഫിസിക്കൽ കഴിവുകളുണ്ട്, പക്ഷെ എല്ലാ സ്ത്രീകളും ഫിസിക്കലി സ്ട്രോങ് അല്ല. അപ്പൊ ഒരു സ്ത്രീയെ ഫിസിക്കലി സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു പുരുഷന്റെ കഴിവ്. അതുപോലെ ഒരു പുരുഷനെ മെന്റലി സപ്പോർട്ട് ചെയ്യുക. ഒരു പുരുഷന് എന്ത് കാര്യം ചെയ്യണമെങ്കിലും അതിന് കൃത്യമായ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാൻ ഒരു ഏറ്റവും ഉത്തമയായ ഒരു സ്ത്രീ കൂടെ ഉണ്ടെങ്കിൽ സാധിക്കും. ഒരു പുരുഷന് എത്രമാത്രം വിജയം ഉണ്ടാവോ അത്രയും ശക്തിയുള്ള ബുദ്ധിയുള്ള ഒരു സ്ത്രീയുടെ സാമീപ്യം കൊണ്ട് അതേ ഏത് ലെവൽ വേണമെങ്കിലും എത്തും. അപ്പൊ രണ്ടും പരസ്പര പൂരകങ്ങളായി പോകുമ്പോഴാണ് അവിടെ വിജയം ഉണ്ടാവണത്, അവിടെ സമ്പത്ത് ഉണ്ടാവണത്, അവിടെ ഐശ്വര്യം ഉണ്ടാവണം, അവിടെ സമാധാനം ഉണ്ടാവണം. ഒന്ന് മേലതിനേക്കാളും വലുതാകുമ്പോഴും ഒന്ന് മേലതിനേക്കാള് ചെറുതാകുമ്പോഴുമാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവണം. അപ്പൊ സ്ത്രീ പുരുഷനും ഒരേപോലെ പരസ്പര പൂരകങ്ങളായിട്ട് ഒരേ ധർമ്മം അനുസരിക്കുന്നവരാണ് അവര്. അതുകൊണ്ടാണ് സഹധർമ്മിണി എന്നാണ് ദേവിയെ ഭാര്യമാരെ വിളിക്കുന്നത്. അതായത് ഒരു ഭർത്താവിന്റെ ധർമ്മം ചെയ്യാനായിട്ട് അയാളെ സഹായിക്കുന്നവളാണ് ഭാര്യ എന്ന് പറയണം. അല്ലാണ്ട് ഒരാളെ അടിച്ചമർത്താൻ വേണ്ടി നിന്നോടുക്കല്ല. നിനക്ക് അടുക്കള പണി, നീ അടുക്കളയിലെ കാര്യം മാത്രം നോക്കിയാൽ മതി, നീ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കണ്ട. അല്ലെങ്കിൽ ഭർത്താവ് എന്ത് പറഞ്ഞാലും ഞാനത് ചെയ്യേണ്ട കാര്യമില്ല, അയാളെ എങ്ങനെയാണ് അങ്ങനെയല്ല. രണ്ടുപേരും പരസ്പരം റെസ്പെക്ട് ചെയ്തുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് കെയർ ചെയ്തുകൊണ്ട് പോയാലേ എവിടെയും സമാധാനവും സന്തോഷവും ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് രാധേകൃഷ്ണനിലൂടെയും ഉമാമഹേശ്വരന്മാരുടെ ഇവര് തമ്മിലും അടി ഉണ്ടാക്കാറുണ്ട്. ഉമാമഹേശ്വരന്മാർ അടി ഉണ്ടാക്കിയിട്ട് അറിയില്ലേ, പാർവദേവി പിണങ്ങി പോയിട്ട് അവസാനം മത്സ്യകുലത്തിലെ മുക്കുവ കുലത്തിൽ പോയി ജനിച്ചിട്ട് ഭഗവാൻ അവസാനം മുക്കുവനായിട്ട് വന്നിട്ട് ദേവിയെ തിരിച്ചു കൊണ്ടുപോകേണ്ടി വന്നത്. അപ്പൊ അങ്ങനെയുണ്ട്. അപ്പോ എവിടെയും രണ്ടുപേർക്കും തുല്യ സ്ഥാനമാണ് ഭഗവാൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു മകളുണ്ടായിപ്പോയി, രണ്ടാമത്തതും പെൺകുട്ടിയായിപ്പോയി, മൂന്നാമത്തതും പെൺകുട്ടിയായിപ്പോയി, നാലാമത്തതും പെൺകുട്ടിയായിപ്പോയി എന്ന് പറഞ്ഞാൽ വിഷമിക്കേണ്ട. അത് പിന്നീട് കാലാന്തരത്തില് നിങ്ങൾക്ക് മനസ്സിലാവും അത് വന്നിരിക്കുന്നത് ദേവിമാരാണെന്ന് മനസ്സിലാവും പിന്നീട്. പിന്നെ അപ്പൊ അതാണ് മാതംഗ മഹർഷി ഒരു ദേവി എന്റെ മോളായിട്ട് വരണേന്ന് ആഗ്രഹിച്ചിട്ട് കൊറേ മക്കളെ കിട്ടി. ദേവി ചൈതന്യമുള്ള കൊറേ മക്കളെ കിട്ടി. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഒരു ദിവസം ഹിമവാനെ കാണാനായിട്ട് ഹിമാലയത്തിലേക്ക് പോവാണ്. അങ്ങനെ ഹിമവാനെ കാണാൻ ഹിമാലയത്തിൽ പോയി. അപ്പൊ ഹിമവാൻ കൊറേ മാതംഗി ദേവിയും കൊറേ കൂട്ടുകാരിമാരും കൂടെ തന്നെ കാണാൻ വന്നിരിക്കുന്നു. അപ്പൊ ഹിമവാൻ തന്റെ മോളെ പോലെ തന്നെ ഇരിക്കുന്നു. പാർവതി ദേവി തന്നെയാണോ ഇതെന്ന് തോന്നിപ്പോവാ. പറഞ്ഞു, ഞാൻ മാതംഗ മഹർഷിയുടെ പുത്രിയായിട്ടുള്ള മാതംഗിയാണ് ഞാൻ. പക്ഷേ ഞാൻ അങ്ങയുടെ മോളും കൂടി തന്നെയാണ്, കാരണം അങ്ങയുടെ മോളുടെ അംശം തന്നെയാണ് ഞാനും എന്ന് പറയും. അപ്പോ ഹിമവാൻ എല്ലാവരെയും സ്വീകരിച്ചിരുത്തും, ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പൊ പറയും, മാതംഗമുനിയുടെ മോളാണോ? ഞാൻ മാതംഗമുനിയുടെ സുഹൃത്താണ്, അദ്ദേഹത്തിന് സുഖമാണോ, അതെങ്ങനെ ഇരിക്കണോന്നൊക്കെ ചോദിക്കും. അപ്പൊ മാതംഗി ദേവി പറയും, അങ്ങ് മാതംഗമുനിയുടെ പണ്ട് സുഹൃത്തായിരുന്നിരിക്കും, പക്ഷെ ഇപ്പൊ സുഹൃത്താവാനുള്ള യോഗ്യത അങ്ങേക്കുണ്ടോ എന്ന് അങ്ങ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂന്ന് പറയും. അപ്പൊ ഹിമവാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ പറഞ്ഞേ? അതായത് അദ്ദേഹം വലിയ തപശക്തിയുള്ള സിദ്ധികളൊക്കെ ഉള്ള പുണ്യവാനായ ഒരു മനുഷ്യനാണ്. അങ്ങേക്ക് എന്ത് സിദ്ധിയുള്ളത്? അങ്ങേക്ക് എന്ത് തപശക്തിയുണ്ട്? മാത്രല്ല തപം കൊണ്ട് നേടിയിട്ടുള്ള പുണ്യം കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഖ്യാതി, അദ്ദേഹത്തിന്റെ ഉന്നതി എന്ന് പറയുന്നത് അങ്ങന്നുള്ള പർവ്വതത്തിനേക്കാൾ അധികമാണ്. കാരണം അന്ന് ഹിമവാൻ ഇദ്ദേഹത്തിനെ കളിയാക്കുമ്പോ തനിക്ക് ഒരു ക്വാളിറ്റി ഉണ്ട് എന്ന് പറഞ്ഞ് ഒരിക്കലും അതിനെ സ്ഥാപിച്ചെടുക്കാനായിട്ട് മാതംഗമുനി ശ്രമിച്ചില്ല. ഹിമവാനേക്കാളും ക്വാളിറ്റി ഉണ്ട് തനിക്ക് എന്നുള്ളത് ഉള്ളിൽ അറിയാമെങ്കിലും അത് പുറമേക്ക് കാണിക്കാതെ, ശരിയാണ് എനിക്ക് അങ്ങനെയൊന്നുമില്ല, അദ്ദേഹം തന്നെയാണ് വലുത് എന്ന് പറഞ്ഞ് അവിടെ ഒഴിഞ്ഞു മാറിക്കൊടുക്കുകയാണ് മാതംഗമുനി ചെയ്തത്. അപ്പൊ ഇവിടെ ദേവി തന്നെ വന്ന് അവതരിച്ചിട്ട്, മോളായിട്ട് വന്ന് അവതരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഉന്നതി ഉയർത്തിയിട്ട് അദ്ദേഹത്തിനെ ചെറുതാക്കിയ തന്റെ അച്ഛനോട് തന്നെ, അതായത് അംശാണല്ലോ. അപ്പൊ മാതംഗി ദേവി ഹിമവാൻ പറഞ്ഞു കൊടുക്കാണ്, അങ്ങേക്ക് എന്ത് ക്വാളിറ്റിയാണുള്ളത് മാതംഗമുനിയുടെ സുഹൃത്താണെന്ന് പറയാനായിട്ട്? അദ്ദേഹം തപശക്തി കൊണ്ട് അദ്ദേഹത്തിന്റെ കഴിവ്, അദ്ദേഹത്തിന്റെ യശസ്, അദ്ദേഹത്തിന്റെ ഇതെന്ന് പറയുന്നത് അത്രയും. അതായത് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട അതാണ്, നമ്മളെ ഒരാള് മോശമായി പറയുമ്പോ, നമ്മൾക്ക് അവരുടെ നിൽക്കാനുള്ള ക്വാളിറ്റി ഇല്ല എന്ന് പറയുമ്പോ നമ്മൾ തർക്കിക്കാനൊന്നും പോണ്ട, നമ്മൾ സൈലന്റ് ആയിട്ടിരിക്കുക. ഭഗവാൻ നമ്മളുടെ ക്വാളിറ്റി എന്താണ്, നമ്മൾ എന്താണ് എന്നുള്ളത് ഭഗവാൻ തെളിയിക്കും. ദേവി നിങ്ങൾ ഏത് ഈശ്വരനിലാണോ വിശ്വസിക്കുന്നത്
അവർ തന്നെ അത് പ്രൂവ് ചെയ്തോളും. നമ്മൾ ആരോട് തർക്കിക്കാൻ പോകേണ്ട കാര്യമില്ല. അതാണ് ഇവിടെ ദേവി തന്നെ അവതരിച്ചിട്ട് മാതംഗ മുനിയുടെ ആ വിഷമം മാറ്റിക്കൊടുത്തു. അങ്ങനെ പറയാണ്, ആ മഹാത്മാവ് വിനയസമ്പന്നനാണ്, വളരെ ഡൗൺ ടു എർത്ത് ആണ് അദ്ദേഹം. ആ മഹാത്മാവ് ഒരിക്കലും അദ്ദേഹത്തിന് ഇത്രയും ക്വാളിറ്റി ഉണ്ടെന്ന് ഭാവിക്കുന്നതേ ഇല്ല. അപ്പോ അങ്ങ് തന്നെ അങ്ങയുടെ ക്വാളിറ്റിയും അദ്ദേഹത്തിന്റെ ക്വാളിറ്റിയും തമ്മിൽ ചിന്തിച്ചു നോക്കൂ. ഒരേ ക്വാളിറ്റി ഉള്ളവർക്കല്ലേ എന്താ പറയാ ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോ അങ്ങ് അദ്ദേഹത്തിന്റെ സുഹൃത്താണെന്ന് പറയുന്നതില് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നിങ്ങനെ ചിരിച്ചുകൊണ്ട്, അന്ന് ഹിമവാൻ ചിരിച്ചുകൊണ്ടാണ് കളിയാക്കിയത്, അതുപോലെ ചിരിച്ചുകൊണ്ട് മാതംഗി ദേവി ചോദിച്ചു, പിന്നെ ഞാൻ അങ്ങേക്ക് വെറൊരു പുത്രിയായിട്ടാണ് പിറന്നെങ്കിൽ അതാ നോക്കൂ, ഈ പുത്രിമാര് ഞാൻ അടക്കം മാതംഗ മുനിയുടെ മകളാണ്. അതായത് ദേവി ഒരേ ഒരു മകളായിട്ട് പാർവതി ദേവി ആയിട്ടാണ് ഹിമവാൻ അവതരിച്ചെങ്കിൽ ഇത്രയും സ്ത്രീകള് ആ മാതംഗ മുനിയെ അച്ഛന്റെ സ്ഥാനത്താണ് കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ അദ്ദേഹത്തിന്റെ മാഹാത്മ്യം അത് അദ്ദേഹത്തിനെ കൂടുതൽ ഭാഗ്യവാനും പുണ്യവാനും ആക്കുന്നില്ലേ? ഇത്രയും പറയുമ്പോഴത്തേന് ഹിമവാൻ ഇങ്ങനെ ആലോചിക്കുക, ശരിയാണല്ലോ, അന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ കളിയാക്കിയല്ലോ, കഷ്ടായിപ്പോയി. അന്ന് ഞാൻ കളിയാക്കിയല്ലോ. അല്പം കഴിഞ്ഞപ്പോ ശ്യാമയും മറ്റ് മാതംഗ കന്യമാരും അപ്രത്യക്ഷരായി. അവരെന്തിന് അപ്പോൾ അവിടെ വന്നു? ഹിമവാൻ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് അന്ന് താൻ ഇങ്ങനെ കളിയാക്കിയല്ലോ അവരെ. താൻ എന്തിനാണ് തന്റെ സുഹൃത്തായ മാതംഗ മുനിയെ കളിയായിട്ടെങ്കിലും താൻ ഇങ്ങനെ ഗുണമില്ലാത്ത ആളല്ലേ, എന്റെ കൂട്ടുകാരനാവാനുള്ള യോഗ്യത ഇല്ലാത്ത ആളല്ലേ എന്ന് പറഞ്ഞിട്ട് കളിയാക്കിയത് തെറ്റായി പോയില്ലേ എന്ന് പറഞ്ഞ് എനിക്ക് ദേവി മകളായി വന്നു, അതെന്റെ മുജ്ജന്മ പുണ്യം. പക്ഷെ ഞാൻ അതില് അഹങ്കരിക്കാൻ പാടില്ലായിരുന്നു, അങ്ങനെ ആത്മാഭിമാനം കൊള്ളാൻ പാടില്ലായിരുന്നു. ഇപ്പോ ദേവി തന്നെ ഇത്രയും രൂപത്തില് മകളായിട്ട് പറഞ്ഞിരിക്കുകയാണ് മാതംഗ മുനിക്ക്. അപ്പോ അദ്ദേഹം എന്നെക്കാളും ശ്രേഷ്ഠനും ധന്യനുമായി മാറിയിട്ടുണ്ട്. എന്റെ ഉള്ളില് മായ നിറഞ്ഞിട്ട് ഞാൻ ആ മായാന്ധകാരത്തില് ഞാന് ചെയ്തത് തെറ്റായി പോയി എന്ന് പറഞ്ഞ് പശ്ചാത്തപിക്കുകയാണ് അവിടെ ഹിമവാൻ. അപ്പോ ഹിമവാനോട് ഒരു തർക്കത്തിന് നിന്നിട്ടില്ല. തനിക്ക് ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞപ്പോ മാതംഗ മുനി ഒരു തർക്കത്തിന് നിന്നിട്ടില്ല. മാതംഗ മുനി ഭഗവാനോട് പ്രാർത്ഥിച്ചു, വിഷമിച്ചു, സങ്കടപ്പെട്ടു, അവിടെ സങ്കടം ബോധിപ്പിച്ചു. ആ സങ്കടം ഭഗവാൻ കണ്ടു, ഭഗവാൻ നിവർത്തിച്ചു. അപ്പൊ അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്ത് നിങ്ങളെ പറ്റിയിട്ട് പറഞ്ഞാലും അത് ഇല്ലാത്ത കാര്യമാണെങ്കിൽ അതിൽ തർക്കിക്കാൻ പോവരുത്. അത് പ്രൂവ് ചെയ്യേണ്ട ബാധ്യത, ആ വിഷമം ഭഗവാന്റെ പാദത്തിൽ അർപ്പിക്കുക, ബാക്കി ഭഗവാൻ നോക്കിക്കോളും. തീർച്ചയായിട്ടും ഭഗവാൻ മറുപടി കൊടുത്തിരിക്കും. നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ഭക്തിയും അത് സത്യമാണെന്നുണ്ടെങ്കിൽ അതിന് ഉത്തരം ഭഗവാനാണ് കൊടുക്കുക. അപ്പോ ഇപ്രകാരം ചിന്തിച്ച് ശൈലരാജാവ് പശ്ചാത്തപിച്ചു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് മാതംഗ മഹർഷിയെ ഹിമവാൻ കാണാനിടയായി അപരാധത്തില്. അപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ മാതംഗ മുനിയെ കണ്ടു ഹിമവാൻ. ചെയ്തു പോയ തെറ്റിന് മാതംഗ മുനിയോട് അപരാധം ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ട് മാപ്പ് ചോദിച്ചു. അങ്ങനെ പണ്ട് ഞാൻ അങ്ങയോട് കളിയായിട്ടാണെങ്കിലും പറഞ്ഞു, അങ്ങനെ അതിന് അങ്ങനോട് ക്ഷമിക്കണം. ഭഗവാൻ ചന്ദ്രചൂഡൻ മഹാദേവൻ എന്റെ ജാമാതാവാണെന്നും അദ്ദേഹത്തിന്റെ പത്നിയായ ശ്രീ പാർവതി ദേവി മഹേശ്വരി എന്റെ മകളാണെന്നും എന്നും പ്രശംസ ചെയ്ത് അങ്ങയുടെ മനസ്സ് വേദനിപ്പിച്ചതിന് അങ്ങനോട് സദയം ക്ഷമിക്കണം. ഇപ്പോൾ അങ്ങും പരമശിവന്റെ ജാമാതാവായി കഴിഞ്ഞിരുന്നു. മാതംഗി ദേവി ആരെയാ ഭർത്തസ്ഥാനത്ത് കാണാ? ഭഗവാനെ തന്നെയാണ്. ഇപ്പോ പാർവതി ദേവിയും മാതംഗി ദേവിയും ഒന്നായി കഴിഞ്ഞു. കൂടാതെ പുത്രീഭാവത്തിൽ അനേകം മാതംഗ കന്യകമാരും അങ്ങേക്കുണ്ടായിരിക്കുന്നു. ആ നിലയിൽ അങ്ങ് എന്നെക്കാളും സകലതിനേക്കാളും ഉത്കൃഷ്ടനായിരിക്കുന്നു. ഞാനിതാ അങ്ങയുടെ പാദത്തിൽ എന്റെ തെറ്റി ക്ഷമിക്കണേന്ന് പറഞ്ഞിട്ട് ഹിമവാൻ കണ്ടോ അദ്ദേഹത്തിനോട് സോറി പറഞ്ഞു. കുറച്ച് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു മാതംഗ മുനിക്കെങ്കിലും ഭഗവാൻ മാതംഗ മുനിയുടെ വിഷമം മാറ്റിക്കൊടുത്തു. കണ്ടില്ലേ? ഇതാണ്, ഇതിൽ നിന്ന് എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത്? അത് തന്നെയാണ് അതിന്റെ ഉത്തരവ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള മാതംഗ മുനി അപ്പോഴും വളരെ എന്താ പറയാ മേഴ്സിഫുൾ ആണ്. അദ്ദേഹം വളരെ ഡൗൺ ടു എർത്ത് ആണ്. അദ്ദേഹം പറഞ്ഞു, എന്തിനു എന്നോട് ക്ഷമാപണം ചോദിക്കണു? അങ്ങ് എന്ത് അപരാധാണ് എന്നോട് ചെയ്തത്? അതുകൊണ്ട് എന്താ, എനിക്ക് ഒരു
മനസ്സിലൊരു തോന്നലുണ്ടായില്ലേ, എനിക്കൊരു മകൾ ഉണ്ടാവണം, ദേവി എന്റെ മകളായിട്ട് വരണമെന്നൊരു തോന്നലുണ്ടായില്ലേ? അപ്പൊ മായാദേവിയാണ് അങ്ങേക്കൊണ്ട് അത് പറയിപ്പിച്ചത്. ആ ദേവി പ്രകൃതി അങ്ങേക്കൊണ്ട് പറയിപ്പിച്ചതാണത്. അതുകൊണ്ടല്ലേ എനിക്ക് തപസ് ചെയ്യാൻ പോവാനും ദേവിയോട് മകളായിട്ട് വരണേ എന്ന് പറയാനും അങ്ങനെ മാതംഗി ദേവി അവതരിക്കാനും. മാതംഗി ദേവി ഒരുപാട് പേർക്ക് കലയും വിദ്യയും ഒക്കെ കൊടുത്തിട്ട് അവരെ കൂടി ദേവി പദവിയിലേക്ക് ഉയർത്തി. എന്തൊക്കെ നന്മകൾ ഉണ്ടായി. ഇതൊക്കെ അങ്ങ് എന്നെ അന്ന് കളിയാക്കിയത് കൊണ്ടല്ലേ ഉണ്ടായത്. അപ്പോ അങ്ങനോട് ക്ഷമാപണം ചോദിക്കേണ്ട കാര്യമില്ല. അപ്പൊ എല്ലാ സംഭവിക്കുന്നതിന് പിന്നിലും, അതായത് ഭക്തിയുള്ള ആളുകൾക്ക്, ഭഗവാനോട് ആത്മസമർപ്പണം ചെയ്ത് ജീവിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് കാലാന്തരത്തിൽ എന്തോ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രകൃതി തന്നെ മായാദേവി നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. എല്ലാം സർവം ഭഗവാന് സമർപ്പിച്ച് ജീവിക്കണം. ഭഗവാനെ കൃഷ്ണ, എനിക്ക് എന്തിനിത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം കുറച്ച് വർഷങ്ങൾ, കുറച്ച് മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെങ്കിലും ഉത്തരം തീർച്ചയായും നിങ്ങൾക്ക് കിട്ടും. അതെന്തായാലും നിങ്ങളുടെ മനസ്സിന് ആശ്വാസം നൽകുന്ന ഉത്തരം തന്നെയായിരിക്കും. അങ്ങനെ മാതംഗ മഹർഷിയോട് പർവ്വത രാജാവായിട്ടുള്ള ഹിമവാൻ ചോദിച്ചു, അങ്ങ് എങ്ങനെയാണ് അഖിലാണ്ടകോടി ബ്രഹ്മാണ്ടേശ്വരിയായ പരാശക്തിയെ എങ്ങനെയാണ് പ്രസാദിപ്പിച്ചത്? എനിക്ക് കൂടി അതൊന്ന് പറഞ്ഞു തരൂ എന്ന് പറയുമ്പോ മാതംഗ മുനി കണ്ണടച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ദേവിയെ അങ്ങോട്ട് സ്തുതിക്കും എന്നാ പറയണത്. ദേവിയെ അങ്ങോട്ട് സ്തുതിച്ചിട്ട് പറയും, ദേവിയെ പ്രസാദിപ്പിക്കാനായിട്ട് മന്ത്രവും ഇല്ല, തന്ത്രവും വേണ്ട, അത് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞ് വിഷമിക്കാൻ ചെയ്യണ്ട. കരുണാമയിയാണ് ദേവി. മനസ്സുകൊണ്ട് സ്മരിച്ചാൽ, ഭക്തിയോടുകൂടി സ്നേഹത്തോടുകൂടി പ്രാർത്ഥിച്ചാല് ദേവി നമ്മുടെ കൂടെ വരും. ദേവിക്ക് വേണ്ടിയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഉപാസനകളില്ല. പ്രത്യേകിച്ച് നിങ്ങൾ ഒന്നും നിങ്ങൾക്ക് അറിഞ്ഞൂടെങ്കിലും കുഴപ്പമില്ല, എന്റെ ദേവി അമ്മേ ഭഗവതി എന്റെ കൂടെ ഉണ്ടാവണേ എന്ന് പറഞ്ഞാൽ ദേവി നമ്മുടെ കൂടെ ഉണ്ടാവും. അത്രയും മേഴ്സിഫുൾ ആണ് ദേവി എന്ന് പറയുന്നത്. അപ്പോ ഹിമവാനോട് പറഞ്ഞു, അങ്ങേക്ക് ഇനി ഒന്നും അറിയില്ല, മന്ത്രവും തന്ത്രവും സിദ്ധിയും ഒന്നും അറിയില്ല, സാരില്ല. ദേവിയെ മനസ്സറിഞ്ഞിട്ട് എങ്ങനെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം ദേവിയെ. ആദിമധ്യാന്ത വിഹീനയും പഞ്ചഭൂതരഹിതയും വിശ്വേശ്വരിയും വിശ്വവന്തിയും വേദസ്വരൂപിണിയായ ദേവി ദുഷ്ടനിഗ്രഹാർത്ഥം അതിഘോരമായ ഭദ്രകാളി രൂപം സ്വീകരിച്ചത് ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനാണ്. ദേവി എന്തിനാ 10 കയ്യില് 10 ആയുധങ്ങളായിട്ട് നിൽക്കുന്നത്? ഭക്തരെ സംരക്ഷിക്കാനും ശിഷ്ടരെ നിഗ്രഹിക്കാനും വേണ്ടിയിട്ടാണ്. ഈ 10 കയ്യിലുള്ള 10 ആയുധങ്ങൾ എന്ന് പറയുന്നത് അതിന് തത്വജ്ഞാനപരമായിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള അർത്ഥകാമനകളെ, അതായത് ക്രോധ മോഹ ലോഭ മത മാത്സര്യ ദമ്പ അസൂയ തുടങ്ങിയ വികാര വിചാരങ്ങളാണ് ഒരു മനുഷ്യന്റെ ശത്രു എന്ന് പറയുന്നത്. അതിനെ നിഗ്രഹിക്കാനായിട്ടാണ് ദേവി കയ്യിൽ ആയുധങ്ങൾ സൂക്ഷിക്കുന്നത്. അല്ലാതെ ദേവി തന്നെ സൃഷ്ടിച്ച ദേവിയുടെ മക്കളെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല. ആ മക്കളുടെ ഉള്ളിലുള്ള ആസുരീയ ശക്തിയെ നിഗ്രഹിക്കാനാണ് ദേവി ആയുധങ്ങൾ കൊണ്ട് നടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ദേവി ഭദ്രകാളിയായിട്ട് അവതരിച്ച് ശത്രു സംഹാരം ചെയ്യുന്നു. അതായത് നമ്മുടെ ഉള്ളിലുള്ള ആ ശത്രുക്കളെ നിഗ്രഹിക്കുന്നു. അതുപോലെ ലളിതാംബികയായി അതിസുന്ദര മോഹിനി രൂപവും ദേവി കൈപ്പൊള്ളുന്നു. ഇപ്രകാരം വർണ്ണിക്കാൻ സാധ്യമല്ലാത്ത അദ്ഭുത മഹാത്മ്യങ്ങളോടുകൂടി ആ ജഗദംബിയെ, ഹേ ഗിരീന്ദ്ര, അങ്ങേക്ക് എങ്ങനെ വേണമെങ്കിലും പ്രാർത്ഥിക്കാൻ കഴിയും. ദേവി പ്രസാദിക്കും. എങ്ങനെ പ്രാർത്ഥിച്ചാലും ദേവി പ്രസാദിക്കും. സംശയമൊന്നും വേണ്ട. ദേവി മഹാമായയാണ്. ആ മായാഭഗവതി സൂക്ഷ്മവും സ്ഥൂലത്തിൽ അതിസ്ഥൂലവും സർവചരാചര പ്രപഞ്ച വ്യാപ്തവുമാണ്. സ്വതേ അനിത്യമായ ജഗത്തിനെ നിത്യമെന്ന് തോന്നിപ്പിക്കുന്നത്. അതായത് ഇതൊന്നും ഇല്ലാത്ത സാധനം എന്നാ പറയണ. ആ ജഗത്തുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ബോധം നൽകുന്നത് ദേവിയാണ്. ആ മായാന്തർഭൂതമായ ശക്തിയാണത്. ആത്മാവ് ജഡം സ്വീകരിക്കുന്നു എന്നതും, അതായത് മരണം എന്നുള്ള അവസ്ഥ, ജനനം എന്നുള്ള തോന്നല് എല്ലാം തോന്നിപ്പിക്കുന്നത് മായാഭഗവതിയാണ്. എനിക്ക് സുഖമാണ്, എനിക്ക് ദുഃഖാണ്, എന്റെ ഭാര്യ, എന്റെ മക്കൾ, എന്റെ മാതാവ്, എന്റെ പിതാവ്, എന്റെ ബന്ധുക്കൾ, എന്റെ സമ്പത്ത് എന്നെല്ലാം തോന്നിപ്പിക്കുന്നതും ആ മായാദേവിയാണ്. ആ മായ അകലുമ്പോ ഞാനും ഇല്ല, നീയും ഇല്ല, അച്ഛനില്ല, അമ്മയില്ല, ആരുമില്ല. നിത്യമായ ആത്മാവ് മാത്രം. അത് മാത്രമാണ് സത്യമുള്ളത്. അത് ഭഗവാന്റെ, ദേവിയുടെ അംശം മാത്രമാണ്. പരാശക്തിക്ക് അധിഷ്ഠിതമായ പരമാത്മസ്വരൂപനായ ഭഗവാന്റെ ചൈതന്യം മാത്രമാണ് നമ്മള്. അതാണ് പരമമായ സത്യം എന്ന് പറയുന്നത്. അങ്ങനെ ദേവിയുടെ അപദാന വിശേഷങ്ങള് മാതംഗ മഹർഷി വർണ്ണിച്ചു. ഇത് ദേവി ഭാഗവതത്തിലെ ഒരു ഭാഗമാണ് മാതംഗി ദേവിയുടെ ചരിത്രം എന്ന് പറയുന്നത്. നമ്മള് മഹാവിദ്യയില് 9ാമത്തെ ഭാവത്തിലിരിക്കുന്ന ദേവിയാണ് മാതംഗി ദേവി. ദേവിയുടെ ഉപാസനകള് പറയുന്നുണ്ട്. എന്താ വെച്ചാല് ദേവി കലകളുടെയും വിദ്യയുടെയും എല്ലാ വിജയത്തിന്റെയും അറിവിന്റെയും ദേവതയാണ് മാതംഗി ദേവി. മാതംഗി ദേവിയെ പ്രാർത്ഥിക്കുന്നവർക്ക് ഇതിലെല്ലാം പ്രാവീണ്യം നേടാൻ സാധിക്കും.
അപ്പൊ കുട്ടികള്, കൊച്ചുകുട്ടികള് ഇപ്പൊ വിദ്യാരംഭത്തില് പോകുന്ന ഇനിയിപ്പോ വരുന്ന നവരാത്രി ദിവസം തീർച്ചയായും പ്രാർത്ഥിക്കേണ്ട, അനുഗ്രഹത്തിന് വേണ്ടി ആഗ്രഹിക്കേണ്ട ദേവിയാണ് മാതംഗി ദേവി എന്ന് പറയുന്നത്. മാതംഗി ദേവി, കരുണാമയിയായ മാതംഗി ദേവിയെ എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാ കുട്ടികൾക്കും എല്ലാ വിദ്യയും നമ്മുടെ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, മഹാവിദ്യോപാസനയിൽ പറയുന്നത് വെച്ചാൽ സരസ്വതി ദേവിയുടെ അംശമാണ്, മഹാസരസ്വതിയുടെ അംശമാണ് മാതംഗി ദേവി എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട് മാതംഗി ദേവിയെ കുറിച്ചിട്ട്. അപ്പൊ എല്ലാവരും മാതംഗി ദേവിയെ പ്രാർത്ഥിക്കുക. മാതംഗി ദേവിയെ തന്നെയാണ് പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് മാതംഗി ദേവിയുടെ. ആസാമിലുള്ള കാമാഖ്യ ദേവി ക്ഷേത്രം, മധുര മീനാക്ഷിയായിട്ടിരിക്കുന്നതും മാതംഗി ദേവിയാണ്. അങ്ങനെ കുറെ ഉണ്ട് മാതംഗി ദേവിയെ കുറിച്ചിട്ട്. അപ്പോ ഇങ്ങനെ മാതംഗി ദേവിയെ കുറിച്ച് ഈ നവരാത്രി ദിവസത്തിൽ പറയാൻ സാധിച്ചതില് ഒരുപാട് സന്തോഷം. മാതംഗി ദേവി തന്നെ ഉച്ചിഷ്ട മാതംഗി ദേവി, രാജമാതംഗി ദേവി എന്ന് പറയും. രാജമാതംഗി ദേവിയുടെ കയ്യിൽ എപ്പോഴും വീണ ഉണ്ടാവും. അതാണ് മഹാസരസ്വതി ദേവിയുടെ അവതാരം എന്നും പറയാൻ കാരണം. അപ്പോ എല്ലാവർക്കും മാതംഗി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഈ വരുന്ന വിദ്യാരംഭ സമയത്ത് എല്ലാവരും പ്രാർത്ഥിക്കാം. ഞാൻ ഈ ദേവി ഭാഗവതത്തിൽ ഇനിയും കഥകളുണ്ട്. ഞാൻ വരുന്ന ദിവസങ്ങളിൽ സമയം കിട്ടുന്നതിനനുസരിച്ച് കഥകൾ പറഞ്ഞു തരാം. എല്ലാവരും ദേവി മഹാത്മ്യം, ഇനിയും സമയമുണ്ട്. ദേവി മഹാത്മ്യം 3 ദിവസം കൊണ്ട് വായിച്ച് സമർപ്പിക്കാം. ദേവി മഹാത്മ്യത്തിൽ 700 ശ്ലോകങ്ങളാണുള്ളത്, 13 ചാപ്റ്റേഴ്സ് ആണുള്ളത്. നിങ്ങൾക്ക് 13 ചാപ്റ്റേഴ്സ് 3 ദിവസങ്ങളിലായിട്ട് വായിച്ച് സമർപ്പിക്കാം. ദേവി മഹാത്മ്യം വായിക്കുമ്പോ ആദ്യം ദേവി കവചം ചൊല്ലണം, അർഗള സ്തോത്രം ചൊല്ലണം, കീലക സ്തോത്രം ചൊല്ലണം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വായിക്കാം ദേവി മഹാത്മ്യം. ദേവി മഹാത്മ്യം വായിക്കാനായിട്ട് പ്രത്യേക ചിട്ടകൾ കാര്യങ്ങളില്ല. ഈ നവരാത്രി സമയത്ത് നിങ്ങൾ എന്തായാലും മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിക്കില്ല. ആ സമയത്ത് എന്തായാലും നിങ്ങൾക്ക് വായിക്കാം. മറ്റുള്ള ചിട്ടകൾ വട്ടകൾ ഒന്നുമില്ല. ഗൃഹസ്ഥാശ്രമികളായുള്ള എല്ലാവർക്കും വായിക്കാം. അതിൽ ഒരു പ്രശ്നമില്ല. എല്ലാവരും ദേവി മഹാത്മ്യം വായിച്ച് സമർപ്പിക്കുക. ദേവി ഭാഗവതി പുസ്തകം വേണമെന്നുണ്ടെങ്കിൽ ഗംഗാ ബുക്സിൽ വിളിക്കാം. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ഞാൻ പോവാണ്. ജയ ശ്രീ രാധേ രാധേ.